ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ റോസ് ചെടികളുടെ മഴക്കാല പരിചരണത്തെക്കുറിച്ചാണ്. പലരും ചോദിക്കാറുണ്ട്, റോസ് ചെടികൾ മഴക്കാലത്ത് മഴയത്ത് തന്നെ വെക്കണോ അതോ ഷെയ്ഡിലേക്ക് മാറ്റി വെക്കണോ എന്ന്. അപ്പോൾ മഴയത്ത് വെക്കുകയാണെങ്കിലും ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിലും അതിന് നല്ല കെയർ കൊടുത്തിട്ടില്ലെങ്കിൽ ചെടികൾ നശിച്ചു പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മഴക്കാലത്ത്, അതായത് മഴയത്ത് വെച്ചിട്ടുള്ള ചെടികളുടെ കെയറിങ്ങിനെ കുറിച്ചാണ്. മെയിനായിട്ട് 10 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതിലൊന്ന്, മൾച്ചിങ് റിമൂവ് ചെയ്യുക. അതായത് നമ്മൾ വേനൽക്കാലത്ത് ചെടികൾക്ക് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മൾച്ചിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മൾച്ചിങ് മാറ്റി കൊടുക്കണം. മഴയുള്ള സമയത്ത് മൾച്ചിങ് ചെയ്യാൻ പാടില്ല. കാരണം മഴക്കാലത്ത് മണ്ണ് പെട്ടെന്നൊന്നും ഡ്രൈ ആവില്ല, എപ്പോഴും നനവോട് കൂടിയിട്ടുള്ള മണ്ണായിരിക്കും. അപ്പോൾ നമ്മൾ ഈ മൾച്ചിങ് മാറ്റാതിരുന്നാൽ ആ മണ്ണിലുള്ള ജലാംശം ബാഷ്പീകരിച്ച് പോവാതെ ആ മണ്ണിൽ തന്നെ കെട്ടിക്കിടക്കും. അങ്ങനെ വേരുകൾ ചീഞ്ഞ് ചെടികൾ നശിച്ചു പോകും. ഇനി ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, മൾച്ചിങ് മാറ്റി കഴിഞ്ഞാൽ ചെടിയുടെ ചുവട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വേര് ഡാമേജ് ആവാത്ത രീതിയിൽ ശ്രദ്ധിച്ച് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള വായുസഞ്ചാരം ആ മണ്ണിലുണ്ടാകും. അത് ചെടിയുടെ റൂട്ട് വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഒരു ചെടിയുടെ റൂട്ട് ഹെൽത്തി ആയിരുന്നെങ്കിൽ മാത്രമേ ആ ചെടി നന്നായിട്ട് വളരുള്ളൂ. ചിലരൊക്കെ പറയാറുണ്ട്, മഴക്കാലത്ത് ചെടിയുടെ ചുവട് ഇളക്കാൻ പാടില്ല, അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ അതിലൂടെ വെള്ളം ഇറങ്ങിയിട്ട് അതിൻ്റെ വേരുകൾ ചീഞ്ഞ് ചെടി നശിച്ചു പോകുന്നു. പക്ഷേ ഞാൻ 2 ആഴ്ചയിലൊരിക്കൽ എല്ലാ ചെടികളുടെയും ചുവട് ഇളക്കി കൊടുക്കാറുണ്ട്. ഇത് മണ്ണിന് വായുസഞ്ചാരം കിട്ടാനും റൂട്ട് വളരാനും അതുമാത്രമല്ല ഫംഗസിൻ്റെ അറ്റാക്ക് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. അതായത് കട്ടിയായിട്ടിരിക്കുന്ന മണ്ണിൽ ഒട്ടും തന്നെ വായുസഞ്ചാരം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള മണ്ണിലാണ് ഫംഗസ് കൂടുതലായിട്ട് വരുന്നത്. ഇനി മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ചെടിച്ചട്ടികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡ്രെയിനേജ് ബ്ലോക്ക് ആയിട്ടിട്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക. പിന്നെ പ്രത്യേകിച്ചും വെള്ളം കെട്ടി നിൽക്കുന്ന ഏരിയകളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചെടിച്ചട്ടികൾ നിലത്ത് വെക്കാതെ കട്ട വെച്ചിട്ട് അതിൻ്റെ മുകളിലോ അല്ലെങ്കിൽ സ്റ്റാൻഡിലോ എടുത്ത് വെക്കുക. അപ്പോൾ ഒട്ടും തന്നെ ആ മണ്ണിൽ വെള്ളം കെട്ടി നിൽക്കാതെ എല്ലാം വാർന്ന് പൊയ്ക്കോളും. ഇനി നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ക്ലീനിങ് ആണ്. ചെടികൾ എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക. അതായത് കൊഴിയാറായിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഉണങ്ങിയ ഇലകൾ, പിന്നെ അഴുകി തുടങ്ങിയിട്ടുള്ള പൂക്കൾ, അങ്ങനെയുള്ളതൊന്നും ചെടിയിൽ വെക്കാതെ ചെടി എപ്പോഴും ക്ലീൻ ആക്കി കൊടുക്കുക. അതുപോലെ ചെടികൾ വെക്കുന്ന ഏരിയയും എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട 5-ാമത്തെ കാര്യം, മഴക്കാലം ആകുമ്പോൾ നമ്മുടെ ചെടിച്ചട്ടികളിലെല്ലാം നിറയെ കളകൾ മുളയ്ക്കും. ഈ കളകൾ പെട്ടെന്ന് തന്നെ പറിച്ച് ഒഴിവാക്കണം. അത് ചെടിച്ചട്ടികളിൽ വളരാൻ അനുവദിക്കരുത്. ഈ കളകളെ ആകർഷിക്കുന്ന പലതരത്തിലുള്ള കീടങ്ങളുണ്ട്. അത് പിന്നീട് നമ്മുടെ ചെടികളിലേക്കായിരിക്കും വരുന്നത്. അതുമാത്രമല്ല, നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്ന വളങ്ങളെല്ലാം ഈ കളകൾ വലിച്ചെടുക്കും. പിന്നെ ചെടികളെല്ലാം മുരടിച്ച് തീരെ ഗ്രോത്ത് ഇല്ലാതെ നിൽക്കും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ പറിച്ച് ഒഴിവാക്കണം. ഇനി 6-ാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് ഫംഗിസൈഡും ഇൻസെക്ടിസൈഡും. അപ്പോൾ ഈ ഫംഗിസൈഡും ഇൻസെക്ടിസൈഡും നമ്മൾ വേനൽക്കാലത്ത് യൂസ് ചെയ്തതാണ്. പക്ഷേ വേനൽക്കാലത്ത് 10-15 ദിവസം കൂടുമ്പോൾ മാത്രമേ ഫംഗിസൈഡ് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. എന്നാൽ മഴക്കാലത്ത് അങ്ങനെയല്ല. നമ്മൾ ആഴ്ചയിൽ 1 ദിവസം ഫംഗിസൈഡും ആഴ്ചയിൽ 1 ദിവസം ഇൻസെക്ടിസൈഡും നിർബന്ധമായിട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യരുത്, ഒരു ദിവസം ചെയ്യരുത്. ആദ്യം ഫംഗിസൈഡ് ചെയ്ത് ഒരു 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം ഇൻസെക്ടിസൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് മുടങ്ങാതെ എല്ലാ ആഴ്ചയിലും ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമാണ് ഈ മഴക്കാലത്ത് നമ്മുടെ ചെടികൾ നശിച്ചു പോവാതെ നല്ല രീതിയിൽ വളരുള്ളൂ. ഇനി 7-ാമതായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റൂട്ട് ട്രീറ്റ്മെൻറ്റ്. റൂട്ടിനെ സേഫ് ആക്കിയെങ്കിൽ മാത്രമേ ഒരു ചെടി സേഫായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ റൂട്ട് ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നമ്മളിതിൻ്റെ ഡീറ്റെയിൽ വീഡിയോസ് എല്ലാം മുമ്പ് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് അതുപോലെ ചെയ്ത് കൊടുക്കുക. ഇനി 8-ാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രൂണിങ്. അപ്പോൾ മഴക്കാലത്ത് നമുക്ക് സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം. റോസ് ചെടികൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രൂണിങ്. പ്രൂൺ ചെയ്തെങ്കിൽ മാത്രമേ അതിൽ പുതിയ തളിർപ്പുകളും പൂക്കളൊക്കെ വരുള്ളൂ. അപ്പോൾ നമ്മൾ സോഫ്റ്റ് പ്രൂണിങ് ആണ് മഴക്കാലത്ത് ചെയ്യാൻ ഏറ്റവും നല്ലത്. ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, ഹാർഡ് പ്രൂണിങ് ചെയ്യാൻ പറ്റില്ലേന്ന്. ചെയ്യാം, പക്ഷേ മഴയത്ത് വെക്കുന്ന ചെടികൾക്ക് ഹാർഡ് പ്രൂണിങ് ചെയ്യരുത്. ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുന്ന ചെടികളാണെങ്കിൽ ഹാർഡ് പ്രൂണിങ് ചെയ്ത് നല്ല രീതിയിൽ ഫംഗിസൈഡൊക്കെ ആ മുറിവിലൊക്കെ പുരട്ടി കൊടുക്കുക. അതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ റൂട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കുക.
അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്നവരാണെങ്കിൽ മാത്രം ഈ മഴക്കാലത്ത് ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ സോഫ്റ്റ് പ്രൂണിങ് മാത്രം ചെയ്താൽ മതി. സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൂടുതൽ പ്ലാന്റ്സൊക്കെ ഉള്ളവരാണെങ്കിൽ ഫംഗിസൈഡ് എല്ലാ മുറിവിലൊന്നും തേച്ച് കൊടുക്കാനായിട്ട് പറ്റില്ല, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് ചെടിയെ എപ്പോഴും ക്ലീനാക്കി വെക്കണം. ഉണങ്ങിയ കമ്പുകളൊന്നും ചെടിയിൽ നിർത്താതിരിക്കുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി 9ാമത്തെ കാര്യം ഫെർട്ടിലൈസറാണ്. മഴക്കാലത്ത് എങ്ങനെയുള്ള ഫെർട്ടിലൈസറാണ് ചെടികൾക്ക് കൊടുക്കേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ മഴക്കാലത്ത് ഏറ്റവും നല്ലത് കെമിക്കലായിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്നത് തന്നെയാണ്. ഓർഗാനിക് ആയിട്ടുള്ള കിച്ചൺ വേസ്റ്റ് പോലുള്ള വളങ്ങളൊന്നും ചെടികൾക്ക് കൊടുക്കാതിരിക്കുക. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചെടിയിൽ പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ വരും. മഴക്കാലത്ത് റോസ് ചെടികൾക്ക് കൊടുക്കേണ്ട കെമിക്കൽ ഫെർട്ടിലൈസറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ പിന്നീട് ചെയ്യാം. ഈ ടൈമിൽ നമ്മൾ കൂടുതലായിട്ടും കൊടുക്കേണ്ടത് നൈട്രജൻ കണ്ടൻറ്റുള്ള വളങ്ങളാണ്. അതായത് മഴയുള്ളപ്പോൾ കൂടുതൽ ഇലകൾ കൊഴിഞ്ഞു പോകും. വീണ്ടും വീണ്ടും പുതിയ ഇലകൾ വരാനായിട്ട് നൈട്രജനാണ് അത്യാവശ്യമായിട്ട് ചെടികൾക്ക് വേണ്ടത്. അപ്പോൾ നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലുള്ള വളങ്ങൾ കൂടുതലായിട്ട് കൊടുക്കുക. ഇനി 10ാമത്തെ കാര്യം ചെടികളുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം മഴക്കാലം ആകുമ്പോൾ നമ്മളെ മനുഷ്യരെ പോലെ തന്നെ ചെടികളുടെയും ഇമ്മ്യൂണിറ്റി പവറൊക്കെ കുറയും. പ്രത്യേകിച്ചും ബഡ് റോസുകളുടെ, അതായത് നാടൻ റോസുകളെ പോലെയല്ല, ബഡ് റോസുകൾക്ക് പൊതുവെ ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. അതുകൊണ്ടാണ് രോഗങ്ങളൊക്കെ പെട്ടെന്ന് വരുന്നത്. അപ്പോൾ ചെടികളുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കണം. അതായത് റോസ് ചെടികൾക്ക് മാസത്തിൽ 2 പ്രാവശ്യം മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കണം. ഇതുവരെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് 2 രീതിയിലാണ്. അതായത് ഇലകളിലൂടെ സ്പ്രേ ചെയ്തും മണ്ണിലൂടെയും കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇനി മഴ ആയതുകൊണ്ട് മഴക്കാലം കഴിയുന്നത് വരെ നമ്മൾ മണ്ണിലൂടെ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ മാസത്തിൽ മുടങ്ങാതെ 2 പ്രാവശ്യം മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഞാനീ പറഞ്ഞ 10 കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മഴക്കാലത്തും നമുക്ക് റോസ് ചെടികളെ മഴയത്ത് തന്നെ വെച്ച് വളർത്താം. ഒരു ചെടി പോലും നശിച്ചു പോവില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്